വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് റിപ്പോർട്ടർ പ്രതിനിധി അധിക്ഷേപിച്ച് സംസാരിച്ചത് പ്രേക്ഷകർ കണ്ടു. തീവ്രവാദി എന്നാണ് വിളിച്ചത്. വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ഇപ്പോഴും നവോത്ഥാന നായകനായി തുടരുകയാണ്. നവോത്ഥാന സമിതിയുടെ തലപ്പത്തുണ്ട് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ. ഒരു പേര് അസ്വസ്ഥനാക്കുന്നു, ആ ചോദ്യം അയാളെ അസ്വസ്ഥനാക്കുകയാണ്. ഇത് എന്ത് നവോത്ഥാനം ജിമ്മി? എനിക്ക് പറയാനുള്ളത്, ഈ 10 വർഷം മുമ്പ് ഒരാൾ നടത്തിയൊരു പ്രവചനം സത്യമായി എന്നുള്ളതാണ്. 2015 നൗഷാദ് എന്നൊരു മനുഷ്യൻ ഒരു കുഴൽക്കിണറിലേക്ക് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ മാൻഹോളിലേക്ക് വീഴുമ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ച നൗഷാദ് എന്ന ആൾ മരിച്ചു പോകുന്നു. അയാളുടെ കുടുംബത്തിന് സർക്കാർ പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. ഈ നൗഷാദ് എന്ന് പറയുന്നയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഇതെല്ലാം കിട്ടുന്നത്, ഈഴവനാണെങ്കിൽ കിട്ടുമോ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞതാണ്, ഇത് കേരള തൊഗാഡിയാകാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്നാണ്. 2015 ഒരു പേരിൽ നിന്ന് നൗഷാദ് എന്നയാളിലെ മുസ്ലിം പേര് കണ്ടെത്തിയ വെള്ളാപ്പള്ളി നടേശൻ 2025 ആകുമ്പോൾ ഒരു മുസ്ലിം പേരിൽ നിന്ന് ഒരു തീവ്രവാദിയെ കണ്ടെത്തിയിരിക്കുകയാണ്. 10 വർഷം കൊണ്ടുള്ള വളർച്ച, അതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ചരിത്രം. 10 വർഷം കൊണ്ട് എവിടെ നിന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നാലോചിച്ച് നോക്കും. കഴിഞ്ഞ ഒരു വർഷം 2025 മാത്രം നമുക്കറിയാവുന്ന 4 സംഭവങ്ങൾ, 2026 ഇന്നത്തെ സംഭവം അടക്കം 5 സമയത്താണ് വെള്ളാപ്പള്ളിയുടെ നാക്ക് വളഞ്ഞിരിക്കുന്നത് വർഗീയ വിഷം ചീറ്റാനായി. അത് മലപ്പുറം ജില്ലയെ സ്പെസിഫിക് ആക്കിക്കൊണ്ടും മുസ്ലിങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടുമായിരുന്നു. നമുക്കറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അത് തുടങ്ങുന്നത് 2025 ഏപ്രിലാണ്. മലപ്പുറം ഒരു വേറിട്ട രാജ്യം, പിന്നോക്കർ പേടിയോടെ താമസിക്കുന്ന സ്ഥലം. 2025 ജൂലൈ, 2040 മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായി കേരളം മാറും ഇങ്ങനെ പോയാൽ. 2025 ഒക്ടോബർ, UDF വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കും, അത് പാകിസ്ഥാൻ ഭരണമായിരിക്കും. അതിനുശേഷം അദ്ദേഹം അത് തിരുത്തി പാകിസ്ഥാൻ മനസ്സുള്ള ആളുകളായിരിക്കും ഭരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2020 ഡിസംബറിൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മലപ്പുറം അടക്കമുള്ള 3 ജില്ലകളിൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം കടത്തി പറഞ്ഞു. അതാണ് ഇതിനകത്ത് ഏറ്റവും അപകടകരമായ കാര്യം. മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ മാറാട് പോലെയുള്ള കലാപങ്ങൾ ഉണ്ടാകും എന്നും പറഞ്ഞു. അവിടെ നിന്നാണ് 2026 ജനുവരിയിൽ ഇന്ന് അദ്ദേഹം ഒരു വ്യക്തിയെ, ഒരു മാധ്യമ പ്രവർത്തകനെ അയാളുടെ പേര് വെച്ച് അയാൾ തീവ്രവാദിയാണെന്ന് വിളിച്ചത്. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വർഗീയ വിഷം ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരാളുടെ പേര് വെച്ച് ഒരു തെളിവുമില്ലാതെ ഇയാൾ തീവ്രവാദിയാണെന്നും അതെനിക്കറിയാമെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നയാളാണെന്നും MSFകാരനാണെന്നും പറഞ്ഞിട്ടാണ് തീവ്രവാദി എന്ന ചാപ്പ കുത്തിയത്. നമ്മുടെ ആരുടെയെങ്കിലും ഓർമ്മയിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ഒരു സാമുദായിക നേതാവിനെക്കുറിച്ചോ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചോ കേട്ടിട്ടുണ്ടോ? VHPക്കാർ പറയില്ലല്ലോ ഇത്രയും ശക്തമായ, ഇത്രയും വിഷം വമിക്കുന്ന വാചകങ്ങൾ. എവിടെ നിന്നാണ് ഇങ്ങനെ പറഞ്ഞ് ഇവിടെ എത്താനുള്ള ധൈര്യം വെള്ളാപ്പള്ളി നടേശന് കിട്ടുന്നത്? ആരൊക്കെയാണ് അരികിലിരുന്ന് വിസിലടിക്കുന്നത്? കേരളം മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണത്. 2015 മുതൽ 2025 വരെയുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ യാത്രയിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്നവർ, അദ്ദേഹത്തിന് കൈയടിച്ചവർ, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചവർ, അദ്ദേഹത്തെ സംരക്ഷിച്ചവർ. 2000-ലായിരുന്നെങ്കിൽ, 1990-കളിലായിരുന്നെങ്കിൽ, 2010 വരെ ആണെങ്കിൽ പോലും കേരളത്തിൽ ചിലവാകാത്ത വർഗീയ വിഷം നമുക്ക് എത്ര പേരെ അറിയാം. VHPയുടെ എത്രയോ നേതാക്കൾ, അവരെ ആരെയും സമൂഹം ഗൗരവമായി പോലും കണക്കാക്കാതെ പുറന്തള്ളുകയായിരുന്നു. ശശികല ടീച്ചറൊക്കെ ഉണ്ടാക്കിയ വിവാദവും അതിനോട് സമൂഹം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും, ശബരിമലയിലെ സ്വത്ത് ആരൊക്കെയോ പിരിവ് സർക്കാർ സ്വന്തം ആവശ്യത്തിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ കേരളം പുച്ഛിച്ച് കളഞ്ഞ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ അവിടെ നിന്ന് കേരളത്തിൻ്റെ സാഹചര്യം മാറുന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. എന്നിട്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും, മുസ്ലിങ്ങൾ വന്നാൽ കേരളം ഭരിച്ചാൽ ഇത് പാകിസ്ഥാനായി മാറുമെന്നും, മുസ്ലിങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെന്നും വരെ ഒരു നേതാവ് വിളിച്ചു പറയുകയാണ്. വെറുമൊരു നേതാവല്ല, ഒരു സമുദായ നേതാവാണ്. ആ സമുദായം കേരളത്തിന് വളരെ വലിയ സംഭാവന നൽകിയ കേരളത്തിലെ പ്രബലമായ ഈഴവ സമൂഹമാണ്. സ്വാതന്ത്ര്യ സമര കാലത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ സമരങ്ങളിലൊക്കെ നേതൃത്വം നൽകിയ, ഇപ്പോഴും CPM-നും CPI-ക്കൊക്കെ നേതൃത്വം നൽകുന്ന ഈഴവ സമുദായത്തിലെ ഒരുപാട് നേതാക്കളുണ്ട്. അങ്ങനെ ഒരു സമുദായത്തിൻ്റെ നേതാവ് വന്ന് സംസാരിക്കുകയാണ്. ഒരു പാർട്ടി 2015 മറ്റൊരു പാർട്ടി BJPയുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ശംഖുമുഖത്ത് വെച്ച് BDJS എന്ന് പേരിട്ട് ആ പാർട്ടിയെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആൾ കൂടിയാണ്. ഇങ്ങനെ നിരുത്തരവാദപരമായ ഒരു പ്രഖ്യാപനം നടത്താനും പ്രസ്താവന നടത്താനും നെഞ്ചു വിരിച്ച് അതിൻ്റെ കൂടെ മുന്നോട്ട് പോകാനും എന്ത് ധൈര്യമാണ് വെള്ളാപ്പള്ളി നടേശന്? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു കൂസലുമില്ല. ഇന്ന് ചോദിക്കുമ്പോൾ തെളിവുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്, അല്ലേ? തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, അതൊക്കെ എനിക്കറിയാം, എൻ്റെ ബോധ്യത്തിലാണെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ തീവ്രവാദിയാക്കി ചാപ്പ കുത്തിയിട്ട് എങ്ങോട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പോവുക? ഒരു കാര്യം കൂടി, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ 1ാം ഘട്ടമാണ്. 2, ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഇന്ന്
ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള എല്ലാ വിമർശനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണോ? അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വരികൾ വളരെ ഗംഭീരമാണ്. മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകളോട് മിക്കവാറും സമയങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രസ്താവനയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അയാൾ തീവ്രവാദിയാകുമോ? നിങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകനാണ്, തിരുത്താൻ തയ്യാറാകുമോ എന്ന് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് പോരെ എന്നുകൂടി പറഞ്ഞു വെച്ചു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ. ഇങ്ങനെയാണ് വെള്ളാപ്പള്ളിക്ക് അരികിൽ നിന്ന് വിസിലടിക്കുന്ന ആളുകളുടെ രീതി. ഇപ്പോഴും തള്ളിപ്പറയാൻ തയ്യാറല്ല. ഇന്നലെ വളരെ ബുദ്ധിമുട്ടി മുഖ്യമന്ത്രിയോട് ഈ വിഷയം ചോദിക്കുമ്പോഴും അദ്ദേഹം ആ നിലപാട് ശരിയല്ല, ഈ നിലപാട് ശരിയല്ല എന്നാണ് പറഞ്ഞത്. എവിടെ പോയി 2015 പിണറായി വിജയൻ? എവിടെ പോയി 2015 CPM? ഇങ്ങനെ ഒരു മനുഷ്യരുമായി ഞങ്ങൾക്കൊരു യാതൊരു ബന്ധവും പാടില്ല, ഞങ്ങൾ അയാളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ടതല്ലേ? ശരി, പ്രസ്താവന വേണ്ട. മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക്. ഒരാഴ്ച മുമ്പാണല്ലോ കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ, ശ്രീ സുബ്രഹ്മണ്യത്തിനെതിരെ ഒരു കേസെടുത്തത്. ആ കേസ് എന്തിനായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല കേസിലെ പ്രതിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു ചിത്രം. അത് ആണെന്നാണ് ആരോപണം. പക്ഷേ FIR-ൽ ആണെന്നുള്ളതല്ല കുറ്റം. രണ്ടുപേരും നോക്കി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കലാപത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട അർത്ഥം എന്താ? സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയായ ആൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് നാണക്കേടാണെന്നോ, അല്ലെങ്കിൽ ആ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചാൽ കലാപം ഉണ്ടാകും എന്നുമാണല്ലോ അതിൻ്റെ അർത്ഥം. എന്ന പദം FIR-ലില്ല. അതേ യുക്തി വെച്ച് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുമോ? വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയ വളരെ പച്ചയായ വർഗീയ അധിക്ഷേപത്തിന്, ഒരാളെ തീവ്രവാദി എന്ന് മുദ്ര കുത്തിയതിന് കേസെടുക്കുമോ? എനിക്കറിയണം, ഞങ്ങൾക്കറിയണം. അങ്ങനെയാണെങ്കിൽ രണ്ടു പേർക്ക് രണ്ട് നീതി പറ്റില്ലല്ലോ. സുബ്രഹ്മണ്യത്തിൻ്റെ പേരിൽ കേസെടുത്തത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന എന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചു ഒരു ചിത്രം വെച്ച് എന്നാണെങ്കിൽ ഈ കാര്യത്തിലും കേസെടുക്കണം സർക്കാർ. അതാണ് രീതി, അതാണ് മര്യാദ. ഒരാളെ പേര് വെച്ച് തിരിച്ചറിഞ്ഞ് അയാൾ തീവ്രവാദിയാണെന്ന് മുദ്ര കുത്തുന്നത് എവിടുത്തെ രീതിയാണ്? അതങ്ങ് നോർത്ത് ഇന്ത്യയിലെ രീതിയാണ്. 2017, 2018, 2019 നമുക്ക് ഓർമ്മയുണ്ടോ? ഝാർഖണ്ഡിൽ ഒരു പൊതുയോഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതാണ്, അവരുടെ വേഷം കണ്ട് നമുക്ക് തിരിച്ചറിയാം. CAA സമരത്തിൽ ഡൽഹിയിൽ നടന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, അക്രമം നടത്തുന്നത് ആരാണെന്ന് അവരുടെ വേഷം കണ്ട് തിരിച്ചറിയാമെന്ന്. അതിനെതിരെ എത്ര വലിയ വിവാദങ്ങളുണ്ടായി. അതിൻ്റെ നേർവരി പിടിച്ചിട്ട് ഇവിടെ വന്ന് പറയുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ, അവൻ്റെ പേര് റാഹിസ് റഷീദ്, അവൻ തീവ്രവാദി. മതത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തീവ്രവാദി എന്ന് വിളിച്ചിട്ട് 24-12 മണിക്കൂർ അവസാനിക്കാൻ പോവുകയാണ്. കേരളമാണിത്. കേരളത്തിൽ ഇങ്ങനെ പരസ്യമായി പറയാൻ ധൈര്യം വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടന അധികാരത്തിൽ വന്നാൽ മാറാട് പോലെയുള്ള കലാപങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നു ഒരു പ്രമുഖ സാമുദായിക നേതാവ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗോഡ്ഫാദർ. ഇതൊരു ചെറിയ കാര്യമല്ല, ഒട്ടും നിസ്സാര വിഷയവുമല്ല. അതിൻ്റെ ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മളീ പോകുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുകയോ ഷോൾ ഇടുകയോ, യോഗത്തിൽ അദ്ദേഹം ഗംഭീര കക്ഷിയാണെന്ന് 30 വർഷം അദ്ദേഹം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വലിയ കാര്യമാണെന്നുള്ള എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാക്കിനെ നിയന്ത്രിക്കാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ പോലീസിനുമുണ്ട്. ഒരാഴ്ച മുമ്പ് നിങ്ങൾ ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ പരസ്പര സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരു ചിത്രത്തിന് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തെങ്കിൽ, ഇത്തവണ അതിലും വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് നിൽക്കുകയാണ്. ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നയാളെ നിങ്ങൾ എങ്ങനെയാണ് ഇനി പൊതിഞ്ഞു പിടിക്കാൻ പോകുന്നത്? ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ രാവിലെ പറഞ്ഞ ഒരു വരിയൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം തിരുത്തുമോ എന്ന് നോക്കട്ടെ. ഒരു വരി പറഞ്ഞതുകൊണ്ട് അദ്ദേഹം തീവ്രവാദിയാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ വർഗീയവാദിയാകുന്നില്ലല്ലോ എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അറിവിലേക്കായി, കഴിഞ്ഞ വർഷം 2025 മാത്രം 4 തവണ, 2026 തുടങ്ങുന്നേ ഉള്ളൂ 1 തവണ, ഇത്തവണ ഏറ്റവും ഗുരുതരം 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. 3 മാസം കഴിഞ്ഞാൽ കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ നാവഴിച്ച് വിടുകയാണെങ്കിൽ ഇനി എന്തൊക്കെ പറയും ഈ മനുഷ്യൻ എന്നുള്ളത് ശ്രദ്ധിച്ചു കൊള്ളുക. കേരളം പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന ഒരു വർഗീയ നാടായി മാറില്ല എന്നുള്ളത് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. പക്ഷേ പഴയ കാലത്തിൽ നിന്ന് ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ കയ്യടി കിട്ടും. അത് ശരിയാണെന്ന് പറയാൻ സാധ്യതയുള്ള ആളുകളും മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. 2015 കേരള തൊഗാടിയാകാൻ ശ്രമിച്ചു എന്ന് പിണറായി വിജയൻ പറഞ്ഞയാൾ 2025 കേരള തൊഗാടിയായി മാറിയിരിക്കുന്നു. വിഷം വമിപ്പിക്കുന്നു. എന്തു ചെയ്യും സംസ്ഥാന സർക്കാർ? എന്താണ് നിങ്ങളുടെ പരിപാടി? അല്ലെങ്കിൽ തന്നെ CPI
നിങ്ങളുടെ കൂടെയുള്ള ഒരു ഘടകകക്ഷി വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ വരി ഇങ്ങനെയായിരുന്നു: വെള്ളാപ്പള്ളി അല്ല LDF, വെള്ളാപ്പള്ളി ആകരുത് LDF. അതിന് മറുപടിയാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്ററുടെ വായിൽ നിന്ന് വന്നതായി ഞാൻ വായിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടോ ഒരു വരി പറഞ്ഞതുകൊണ്ടോ ഒരു പ്രാവശ്യം സംസാരിച്ചതുകൊണ്ടോ ഒരാൾ വർഗീയവാദിയാകുന്നില്ല. നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? LDFൻ്റെ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുന്നണിയോടാണ് ചോദ്യം. നിങ്ങൾ ആരോടൊപ്പമാണ്? വെള്ളാപ്പള്ളിയാണോ LDF? വെള്ളാപ്പള്ളി അല്ല LDF എങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പരാമർശത്തിനെതിരെ ശക്തമായ നടപടി, അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനെ. ഇതിലും ചെറിയ വർഗീയ പരാമർശങ്ങളും വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷം. ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുന്നത് അടിമുടി സെക്കുലറാണ് എന്ന് മാത്രമല്ല, വലിയ കണ്ണൂരൊക്കെ വലിയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ പള്ളികൾക്ക് കാവൽ നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് കൂടിയാണ് CPM എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ്. 10 വോട്ടാണോ കേരളത്തിൻ്റെ സമുദായ മൈത്രിയാണോ പ്രധാനമെന്ന് അറിയാൻ വളരെ വലിയ താല്പര്യം. Meet the editors.